ഒരു 4 വർഷം മുമ്പ് 4-5 വർഷം മുമ്പ് കോഴിക്കോട് ഇതുപോലത്തെ ഒരു ഹോളിൽ BOP നടക്കുന്ന സമയത്ത് ഷിജു എന്ന് പറയുന്ന ഒരു പയ്യൻ സ്ഥിരമായിട്ട് BOP വരും. അപ്പൊ നന്നാൾക്ക് റാങ്കില്ല, എനിക്ക് ആളെ വ്യക്തമായിട്ട് അറിയൊന്നുമില്ല. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാമിൽ വന്ന് കണ്ട് പരിചയമുണ്ട്. അങ്ങനെ കുറെ കഴിഞ്ഞ സമയത്ത് സ്ഥിരമായിട്ട് കാണാം, പക്ഷെ അയാൾ ഒരിക്കലും സ്റ്റേജിൽ കയറുന്നത് കണ്ടില്ല. ആ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ആൾ സ്റ്റേജിൽ കയറുന്നത് കാണുന്നില്ല. അങ്ങനെ ഒരു 3-4 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, ഇപ്പോഴൊന്നും കാണുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ആരോ എന്നോട് പറഞ്ഞത്, ആള് പിന്നെ ഞാൻ ചെറിയ പയ്യനാണ് വിചാരിച്ചത്. അപ്പോൾ ചെറിയ പയ്യനൊക്കെയാണ്, പക്ഷേ ആള് 21 വയസ്സിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിവിടെ 30 കഴിഞ്ഞിട്ടും കല്യാണം പെണ്ണിട്ടാണ് ഇരിക്കുന്ന സമയത്താണ് ആള് 21 വയസ്സാണ്. അപ്പൊ ഞാൻ നമ്മ തന്നെ 30 വയസ്സിട്ട് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഫിസിക്കാർഡിൽ വന്നിട്ട് നമുക്ക് ഈ സെയിൽ എടുക്കാണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് ഫിനാൻഷ്യലൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇയാളെ എങ്ങനെയാണോ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? കാരണം ഫാമിലി അല്ലെങ്കിൽ കുട്ടിയുണ്ട്, പിന്നെ വൈഫ്, അച്ഛൻ, അമ്മ. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻ എങ്ങനെയാണ് അയാൾ പിടിച്ചു നിൽക്കുന്നത്? അതിനെ ഞാൻ അതുൽ സാറോട് ഞാൻ ദിവസം പറഞ്ഞു, ഇപ്പൊ ആളുടെ പേര് വെച്ചു ഷിജു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇയാൾ അധികം ബിസിനസ് പോരട്ടോ, കാരണം ആൾക്കൊരിക്കലും മുമ്പോട്ട് പോകാൻ പറ്റില്ല. എന്താ പറയാ, എത്ര വെച്ചിട്ട് അങ്ങനെ ആൾ പിടിച്ചെടുക്കുക, കുറച്ച് കഴിയുമ്പോൾ ആളുടെ വിട്ടിട്ട് പോകുന്നു പറഞ്ഞു. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത്. നമ്മുടെ ഈ പ്ലാനിങ് ആൾ അതിൽ കൂടുതൽ അച്ചീവ് ചെയ്തു. അതിന്റെ പുറത്ത് സിംഗിൾ 50 lakh എന്ന് പറയുന്ന ഒരു ചെക്ക് വാങ്ങുന്നു. അതൊക്കെ എന്താ പറയാ, ശരിക്കും ഞാൻ ഉയരത്തിലൊക്കെ കാര്യമുണ്ട്. ഉയരം നല്ല വേണ്ടത് കാണുന്നവരുണ്ട്. നമ്മൾ ഗഡ്സ് ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ നമുക്കൊരു സ്വപ്നം ഉണ്ട്. ഞാൻ ഇവിടെ പുതിയതായിട്ട് വന്ന ആൾക്ക് വേണ്ടിയല്ല പറയുന്നത്, ഇന്ന് ഫിജിക്കാട്ടിൽ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് ലോകത്ത് ആരൊക്കെ അത് നടക്കില്ല എന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ എവിടെ എത്തില്ല എന്ന് പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങളുടെ ആഗ്രഹത്തിന് പുറപ്പെടുകയാണെങ്കിൽ, നിങ്ങളുടെ സ്വപ്നത്തിന് പുറപ്പെടുകയാണെങ്കിൽ, അത് ആ സ്വപ്നത്തിനും നിങ്ങളുടെ ലക്ഷ്യത്തിനും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഒരു വേദി, ഇതുപോലത്തെ ഒരു ദിവസം നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. വലിയ സന്തോഷം. എനിക്കറിയില്ല എന്നോട് പറഞ്ഞറിയിക്കുന്നത് വലിയ സന്തോഷം. ഞാനും ഈ സാധനമൊക്കെ വാങ്ങുന്നതിനേക്കാളും ഞാനും വിധി സാറും അതുൽ സാറൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ വാങ്ങിയിട്ട് ഒരു 50 ലക്ഷം ഓഫീസാർ എടുക്കുന്നത് കോർപ്പറേറ്റ് ഓഫീസ് പോയിട്ട് 50 ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങി പോകുന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്രൗഡിന്റെ ഇടയിൽ നമ്മൾ 50 ലക്ഷം പറഞ്ഞതൊന്നും എനിക്കറിയില്ല. പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ 50 lakh അച്ചീവറാണ്. ആദ്യത്തെ 1 കോടിക്ക് മേലെ വരുമാനം വാങ്ങിയ ഫിജിക്കാട്ടിലെ ആളാണ്. ചുരുക്കം പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഫിജിക്കാട്ടിലെ കോടീശ്വരൻ ഈ ഇരിക്കുന്ന ഈ ചെറിയ മനുഷ്യനാണ്. വിപ്ലവങ്ങൾ ലോകത്തെ സൃഷ്ടിച്ചവർ ഒക്കെ ശ്രദ്ധിക്കാൻ അറിയാം. അധികം ഹൈറ്റൊന്നും ഇല്ലാത്ത ആളാണ്. വളരെ ചെറിയ 1-2 ആളുകളൊക്കെ കൂട്ടത്തിലുണ്ടാവും. എന്നാലും പക്ഷെ എന്താ പറയാ, വലിയ സന്തോഷം.